അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസ് എന്നുള്ള 10th 4th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് കെമിക്കൽ റിസപ്ഷൻ? നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഓർഗാനിസം, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, മൈക്രോബ്സ് ആയിക്കോട്ടെ, സർട്ടൻ കെമിക്കൽസിന് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ ധാരാളം കെമിക്കൽസ് കാണുന്നുണ്ട്. ഈ കെമിക്കൽസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓർഗാനിസംസ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റിസപ്ഷൻ ഒക്കെയാണ്, അല്ലെങ്കിൽ കെമിക്കലിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്, എന്തൊക്കെ കെമിക്കൽസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ കാണുന്നുണ്ട് FW വെൻഡ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം ഒരു ഹോളണ്ടിൽ നിന്നുള്ള ഒരു ബൊട്ടാനിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പ്ലാന്റ് ഗ്രോത്തിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ബൊട്ടാനിസ്റ്റ് ആയതുകൊണ്ട് തന്നെ പ്ലാന്റ് ഗ്രോത്തിനെ കുറിച്ച് അദ്ദേഹം ഇൻറ്റൻസ് ആയിട്ട് സ്റ്റഡി നടത്തിയ സമയത്ത് അദ്ദേഹം നടത്തിയൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഓട്സ് പ്ലാന്റിൻ്റെ കോളിയോപ്റ്റയിൽ വെച്ചിട്ടുള്ള. ഓട്സ് പ്ലാന്റിൻ്റെ കോളിയോപ്റ്റയിലാണ്. കോളിയോപ്റ്റയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്സ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് അല്ലേ? അതൊരു ഗ്രെയിൻ ആണ്. കോളിയോപ്റ്റൈൽ എന്ന് പറയുന്നത് ഗ്രോയിങ് ടിപ്പാണ്. അപ്പോൾ അതിൻ്റെ ഗ്രോയിങ് ടിപ്പിന് അദ്ദേഹം എന്ത് ചെയ്തിട്ട് അതിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഗ്രോത്ത് ഓഫ് പ്ലാന്റ് എങ്ങനെ ഒക്കർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് പ്ലാന്റ് ഗ്രോത്ത് എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഓട്സ് പ്ലാന്റിൻ്റെ ഗ്രോയിങ് ടിപ്പ് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പിക്ചറിലേക്ക് നോക്കാം. പിക്ചറിലേക്ക് നോക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ഓട്സ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഓട്സ് പ്ലാന്റിൻ്റെ ഈ റിമൂവ് ചെയ്യുന്ന പോർഷനാണ് കോളിയോപ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നൈഫ് വെച്ചിട്ട് എന്ത് ചെയ്തു, ഇത് കട്ട് ചെയ്യാണ്. ഇവിടെ ഈ ഒരു റീജിയനിൽ കോളിയോപ്റ്റൈൽ ഗ്രോയിങ് റീജിയന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ കട്ട് ചെയ്തിട്ടുള്ള കോളിയോപ്റ്റൈൽ റീജിയന് അദ്ദേഹം നേരിട്ട് ട്രാൻസ്ഫർ ചെയ്തത് എങ്ങോട്ടാണ്? ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള അഗർ ബ്ലോക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അഗർ ബ്ലോക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ ആഫ്റ്റർ ഫ്യൂ അവേഴ്സ് എന്ത് ചെയ്തു, ഈ കോളിയോപ്റ്റൈലിനെ അദ്ദേഹം റിമൂവ് ചെയ്തു. ഈ നമ്മൾ അഗർ ബ്ലോക്കിലേക്ക് പ്ലേസ് ചെയ്തിട്ടുള്ള ഇതാണ് അഗർ ബ്ലോക്കിൽ പ്ലേസ് ചെയ്തിട്ടുള്ള കോളിയോപ്റ്റൈൽ. ആഫ്റ്റർ ഫ്യൂ അവേഴ്സ് എന്ത് ചെയ്തു, ഇവിടുന്ന് അദ്ദേഹം ഈ ഒരു കോളിയോപ്റ്റൈലിനെ റിമൂവ് ചെയ്തിട്ട് ഈ അഗർ ജെൽ ബ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ജെല്ലിലേക്കായ സബ്സ്റ്റൻസ് ആയിട്ടുള്ള അഗർ ബ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്തു, അദ്ദേഹം ചെയ്തത് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഈ ജെല്ല് നമ്മൾ കോളിയോപ്റ്റൈലിനെ ഓൾറെഡി റിമൂവ് ചെയ്തു. ഈ ജെല്ലിൻ്റെ നമ്മൾ സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അഗർ ജെൽ പീസസിന് എന്ത് ചെയ്തു, അദ്ദേഹം പ്ലാന്റ്സിൻ്റെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ള ഓട്സിൻ്റെ ആ ഒരു റീജിയനിലേക്ക് എന്ത് ചെയ്യാണ്, പ്ലേസ് ചെയ്യാണ് ചെയ്തത്. അദ്ദേഹം പ്ലേസ് ചെയ്തത് രണ്ട് രീതിയിലായിരുന്നു. ഒന്ന് പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. വേറൊന്ന് എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്തത് എന്താണ്, ഇതാണ് നമ്മുടെ ആ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്, ഓട്സ് പ്ലാന്റ് ആണ്. അദ്ദേഹം എന്ത് ചെയ്തു, നമ്മുടെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള അഗർ ജെല്ല് ഡയറക്റ്റ് അതിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്യാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ അഗർ ബ്ലോക്ക്. ഇതാണ് അഗർ ബ്ലോക്ക്. അദ്ദേഹം പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്ത സമയത്ത് ഇതാണ് ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഇതായിരുന്നു. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ പാർഷ്യൽ സൈഡിൽ അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് വെക്കുക. ഇവിടെ മാത്രം കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നില്ല അല്ലേ? ഇവിടെ കംപ്ലീറ്റ്ലി ഇത്രയും ഭാഗം വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. എന്നിട്ട് ഒരു പോർഷൻ മാത്രം കവർ ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, പ്ലേസ് ചെയ്തത്. ഇവിടെ രണ്ട് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഈ രണ്ട് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിലും ഒബ്സർവേഷൻ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം നമ്മുടെ ഗ്രോത്ത് ഈ ഒരു അഗർ പ്ലേറ്റ് അല്ലെങ്കിൽ അഗർ ബ്ലോക്ക് കറക്റ്റ് അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്തില്ലെങ്കിൽ ടോപ്പിൽ പ്ലേസ് ചെയ്തിട്ടുള്ള പ്ലാന്റ് എന്ത് ചെയ്തു, ദേ ഷോഡ് ഗ്രോത്ത് ടുവാർഡ്സ് ദ അപ്പർ സൈഡ്. അത് ഡയറക്റ്റ് ആയിട്ട് അപ്പർ സൈഡിലേക്ക് തന്നെ ഗ്രോ ചെയ്തു പോയി എന്നുള്ളതാണ് കാണാൻ പറ്റിയത്. എന്നാൽ അദ്ദേഹം എന്താണ് സൈഡിൽ പ്ലേസ് ചെയ്തു നമ്മൾ പറഞ്ഞു. വൺ സൈഡിൽ പ്ലേസ് ചെയ്ത് ഈ ഒരു പിക്ചറിൽ കാണുന്നതിൽ സൈഡിൽ പ്ലേസ് ചെയ്ത സമയത്ത് പ്ലാന്റിന് എന്ത് സംഭവിച്ചു, പ്ലാന്റ് വെൻറ്റ് ആൻഡ് ഗ്രോ ടുവാർഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ വെച്ചപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോവുക എന്നുള്ളത്, ബെൻഡ് ചെയ്തിട്ടാണ് വളർന്നത്. അപ്പോൾ ഇത് എന്താണ്, ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഏരിയ മാത്രം, ഈ ഒരു ബ്ലോക്ക് വെച്ച ഏരിയ ഗ്രോ ചെയ്യുകയും മറ്റേ ഏരിയ എന്ത് ചെയ്യുന്നില്ല, ഗ്രോത്ത് ആയപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്, ബെൻഡിങ് ആയിരുന്നു നടന്നത് എന്നുള്ളത് കണ്ടെത്തി. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഒന്നും കൂടെ പറയാം. FW വെൻഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാന്റ് ഗ്രോത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കോളിയോപ്റ്റൈൽ ഓട്സിൻ്റെ കോളിയോപ്റ്റൈൽ കട്ട് ചെയ്തു.
Then he kept that coleoptile in a jelly-like substance called agar. Agarലേക്ക് place ചെയ്തു. Then after a few hours, he removed the coleoptile from agar and cut the agar into small pieces. അതെന്ത് ചെയ്തു? കോളിയോപ്റ്റൈൽ വെച്ചിട്ടുള്ള അഗറിൽ വെച്ചിട്ടുള്ള കോളിയോപ്റ്റൈലിനെ റിമൂവ് ചെയ്തിട്ട് അഗർ ബ്ലോക്കിനെ സ്മോൾ ബ്ലോക്സ് ആക്കി അദ്ദേഹം കട്ട് ചെയ്ത് വെച്ചു. ദെൻ അദ്ദേഹം രണ്ട് രീതിയിലാണ് സെറ്റപ്പ് ചെയ്തത്. ഒന്ന് ഈ അഗർ ബ്ലോക്കിന് ഡയറക്റ്റ് കട്ട് എൻഡ് ഓഫ് ദ കോളിയോപ്റ്റൈലിലേക്ക് വെക്കുകയും മറ്റത് സൈഡിൽ വെക്കുകയും ചെയ്തു. കോളിയോപ്റ്റൈലിന്റെ കട്ട് എൻഡിന്റെ ഒരു സൈഡിൽ മാത്രം വെക്കുകയും ചെയ്തു. വെൻ ഹി കെപ്റ്റ് ദ അഗർ ബ്ലോക്ക് ഓൺ ദ കട്ട് എൻഡ് ഓഫ് ദ കോളിയോപ്റ്റൈൽ, he observed that the tip of the plant showed growth towards the upper end. അപ്പർ എൻഡിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പോയി. നമ്മളിവിടെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ പ്ലാന്റ് എന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലോക്ക് വെച്ച സമയത്ത് അതിന്റെ ഗ്രോത്ത് എങ്ങനെയാണ് നടന്നത്? അത് മുകളിലേക്കാണ് നടക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം when it was placed on one side, the plant bent and grow towards the opposite side. ഈ പിക്ചറിൽ നമ്മൾ ഈ ഒരു പുസ്തകത്തിൽ നിങ്ങൾ കാണുന്ന ബുക്കിൽ കാണുന്ന ഇവിടെ വൺ സൈഡ് വെച്ച സമയത്ത് ഈ ഭാഗം ഗ്രോ ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഗ്രോത്ത് ഒന്നും നടക്കാണ്ടായപ്പോൾ എന്ത് ചെയ്തു? ബെൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ബെൻഡ് ചെയ്തിട്ട് ഗ്രോ ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്ത് ഗ്രോ ചെയ്യാണ് ചെയ്തത് എന്നുള്ളതാണ് കണ്ടെത്തിയത്. ദെൻ അവർ ഇത് ലേറ്റർ ആ സമയത്ത് ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കിയത്. സം കോസ് അവിടെ ആ ടിപ്പിൽ എന്തോ ഒന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. പിന്നീടാണ് അവിടെ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഇതിൽ ഇൻവോൾവ് ആയത്. അതെന്താണ്? ഓക്സിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തു. ഓക്സിൻ എന്നുള്ള സബ്സ്റ്റൻസ് ആണെന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഇത് എന്താണ്? It was later discovered that chemical substances diffused into the agar from the coleoptile was responsible for the growth of the plant. ഈ പ്ലാന്റ് ടിപ്പ് നമ്മൾ ഡയറക്റ്റ് വെച്ച സമയത്ത് ഡയറക്റ്റ് മുകളിലേക്ക് പോകാനും കംപ്ലീറ്റ്ലി കവർ ചെയ്ത സമയത്ത് അത് മുകളിലേക്ക് പോകാനും ഒരു സൈഡിൽ മാത്രം വെച്ച സമയത്ത് അത് ബെൻഡ് ചെയ്ത് പോകാനും കാരണമായിട്ടുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആയിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യുന്നു? ലേറ്റസ്റ്റ് സ്റ്റഡീസിൽ നിന്ന് അവർ ഡിസ്കവർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് ആ കെമിക്കൽ സബ്സ്റ്റൻസ് കോളിയോപ്റ്റൈലിൽ നിന്ന് അഗർ ബ്ലോക്കിലേക്ക് ഡിഫ്യൂസ് ചെയ്തു? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മൾ ആ കെമിക്കൽ സബ്സ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ് പിങ്ക് കളർ. ഈ പിങ്ക് കളർ എന്ത് ചെയ്യും? വൺസ് ആ കോളിയോപ്റ്റൈൽ കട്ട് ചെയ്യുന്നത് കൂടെ കോളിയോപ്റ്റൈലിനെ അഗറിലേക്ക് വെക്കുന്നുണ്ട്. ആഫ്റ്റർ ഫ്യൂ അവേഴ്സ് നമ്മൾ എടുക്കുന്ന ആ ഒരു ഫ്യൂ അവേഴ്സ് കൊണ്ട് എന്ത് ചെയ്യും? ഇത് അഗർ ബ്ലോക്കിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകും. അഗർ ബ്ലോക്കിൽ ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഗർ ബ്ലോക്കിൽ ഈ സബ്സ്റ്റൻസ്, ആ കെമിക്കൽ സബ്സ്റ്റൻസ് കാണുന്നുണ്ട്. ആ കെമിക്കൽ സബ്സ്റ്റൻസ് അഗർ ബ്ലോക്ക് കട്ട് ചെയ്ത് നമ്മൾ പ്ലാന്റിൽ ഈതർ വേ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഡയറക്റ്റ് അതിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിലാണെങ്കിലും സൈഡിൽ മാത്രമാണെങ്കിലും അത് എന്ത് ചെയ്യും? ആ ഒരു ടിപ്പിലേക്ക് നമ്മുടെ ഓട്സിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള ഭാഗത്തേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടുകയും അവിടെ എന്ത് ചെയ്യുന്നതാണ്? റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയത്. ഇതിന് ഈ ഒരു കെമിക്കൽ സബ്സ്റ്റൻസിന് നമ്മളങ്ങനെ ഈ ഒരു FW വെൻഡ് നടത്തിയ എക്സ്പെരിമെന്റിൽ കണ്ട ഓട്സ് കോളിയോപ്റ്റൈൽ കാണപ്പെട്ടിട്ടുള്ള ആ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മൾ പിന്നീട് നെയിം ചെയ്തതാണ് ഓക്സിൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ഓക്സിനെ മാത്രമല്ല ലേറ്റർ ഡിസ്കവറീസ് അല്ലെങ്കിൽ ലേറ്റർ എക്സ്പെരിമെന്റ്സ് വഴിയൊക്കെ പ്ലാന്റ് ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സർട്ടൻ കെമിക്കൽസ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി. ദെൻ ദേ ആർ നോൺ ആസ് ദ പ്ലാന്റ് ഹോർമോൺ. ആ ക്ലാസ്സസ് ഓഫ് കെമിക്കൽസിന് നമ്മൾ പറയുന്ന പേരാണ് പ്ലാന്റ് ഹോർമോൺസ് എന്നുള്ളതാണ് കണ്ടെത്തിയത്. ദെൻ നമുക്കറിയാം ഓക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ്? ഒരു പ്ലാന്റ് ഹോർമോൺ ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ പ്ലാന്റ് ഹോർമോൺ ഓക്സിൻ മാത്രമല്ല, പ്ലാന്റ് ഹോർമോൺസ് ദർ ആർ സർട്ടൻ കെമിക്കൽസ് ഓൾസോ. സർട്ടൻ കെമിക്കൽ ക്ലാസ്സസും നമ്മൾ അവിടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ പ്ലാന്റ് ഹോർമോൺസ് എന്താണ് നോർമലി ചെയ്യുന്നത്? ദേ ഇൻഫ്ലുവൻസസ് ദ ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ്സ് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. വേരിയസ് ആസ്പെക്റ്റ് ആണ്. അത് ഫ്ലവറിങ് ആവാം, അല്ലെങ്കിൽ ബഡ്ഡിങ് ആവാം, ഗ്രോയിങ് ആവാം, എന്തും ആവാം. അവിടെയുള്ള ഒരു പ്ലാന്റ് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ആസ്പെക്റ്റിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യാൻ സർട്ടൻ കെമിക്കൽസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസിനെയാണ് പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്നത്. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞത് ഓക്സിൻ ആണ്. അദ്ദേഹം FW വെൻഡ് കണ്ടെത്തിയിട്ടുള്ള ആ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്സിൻ ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ FW വെൻഡിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, there are certain chemical substances produced in the tip of the coleoptile and they are responsible for its growth. എന്താണ് പറഞ്ഞത് നമ്മൾ? There are certain chemical substances produced in the tip of the coleoptile
that are responsible for its growth. അപ്പോൾ ഇതിനെയാണ് നമ്മൾ, ഈ കെമിക്കൽസിനെയാണ് നമ്മൾ ഓക്സിൻസ് എന്ന് നെയിം ചെയ്തത്. കൂടാതെ ഇതേപോലെ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസിനെ നമ്മൾ പ്ലാന്റ് ഹോർമോൺസ് എന്നും പറയുകയുണ്ടായി. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് നടത്തിയ വഴി എന്താണ്, സർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് പ്ലാന്റ് ഗ്രോത്തിനെ അല്ലെങ്കിൽ ഡെവലപ്മെന്റിന്, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. ദെൻ നമ്മുടെ ഹോർമോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഹോർമോൺസിനെ കുറിച്ച് പറയാൻ പറ്റുക? വാട്ട് ആർ ഹോർമോൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? എന്താണ് ഹോർമോൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ ഹോർമോൺസ്? അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ പ്രകാരം പ്ലാന്റ്സിന്റെ ഗ്രോത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് എന്ത് പറയുന്നത്, പ്ലാന്റ് ഹോർമോൺസ് അല്ലെങ്കിൽ ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോർമോൺസിന്റെ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? Hormones are chemical messengers that are made in certain glands in case of animals and or at specific growing parts in plants. Hormones are chemical substances or messengers that are made in certain organs in case of animals, in animals or at specific growing sites in case of plants. അപ്പോൾ ഹോർമോൺസ് എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഓർ സബ്സ്റ്റൻസസ്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ certain chemical messengers, or ഇവിടെ കാണാൻ പറ്റും messengers or substances that are made in certain organs in animals or at specific growing sites in plants. ആനിമൽസിന്റെ കേസിൽ certain organs ആണ്, എന്നാൽ പ്ലാന്റ്സിന്റെ കേസിലേക്ക് വരുമ്പോൾ certain growing sites ആണ് എന്നുള്ളതാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്. ദെൻ അവരെങ്ങനെയാണ് ഇപ്പോൾ ഹോർമോൺസ് നമ്മൾ പറഞ്ഞത് ഓർഗൻസിലാണ്, ആനിമൽസിന്റെ കേസിൽ ഗ്രോയിങ് സൈറ്റിലാണ്, പ്ലാന്റ്സിന്റെ കേസിൽ എന്നുള്ളത് പറഞ്ഞു. ദെൻ ഹൗ ദേ ട്രാവൽ, എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഓർഗാനിസം, ആനിമൽസിന്റെ കേസിലേക്കാണെങ്കിൽ ആനിമൽസിന്റെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എന്താണ് അവര് എങ്ങനെയാണ് പ്ലാന്റ്സിന്റെ ഡിഫറെൻറ്റ് ഗ്രോയിങ് റീജിയൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രോയിങ് സൈറ്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ഹോർമോൺസിനെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എത്തിക്കുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ട്രാവൽ ത്രൂ ദ ബോഡി like blood in animals or cell-to-cell transport in plants to reach specific cells, tissues or organs. എങ്ങനെയാണ് പറഞ്ഞത്? They travel through the body like blood in animals or cell-to-cell transport in plants to reach specific cells, tissues or organs എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ എങ്ങനെയാണ് ഹോർമോൺസ് ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് എന്താണ്? They travels through the body like blood in animals or cell to cell transport or xylem or through xylem or phloem in plants to reach specific cells, tissues or organs. അപ്പോൾ നമ്മുടെ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് അല്ലെങ്കിൽ ഹോർമോൺസ് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണെന്ന് പറഞ്ഞു.
അവർ നമ്മുടെ ബോഡി ഗ്രോത്തിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആനിമൽസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലാൻസിലാണ്. പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ് പറഞ്ഞത്? ഗ്രോയിങ് ടിപ്സിലാണ് പറഞ്ഞത്. അതുപോലെ ട്രാവൽ ചെയ്യുന്ന, അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഹാവ് ടു travel to their final destination. So travel through the body like blood in animals, or cell to cell transport, or xylem or phloem in plants to reach specific cells, tissues or organs. അല്ലെങ്കിൽ നമുക്കതിനെ അതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്നും കൂടെ പറയാൻ പറ്റും. എവിടെയാണോ അത് വർക്ക് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈതർ ബ്ലഡ് വഴി, ആനിമൽസിൻ്റെ കേസിലാണെങ്കിൽ ബ്ലഡ് ത്രൂ ആണ് പോകുന്നത്. പ്ലാന്റ്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഈതർ സെൽ ടു സെൽ ട്രാൻസ്പോർട്ട് ആകാം, അല്ലെങ്കിൽ സൈലം അല്ലെങ്കിൽ ഫ്ലോയം ത്രൂ ആകാം അതിൻ്റെ ട്രാൻസ്പോർട്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കിയാൽ, അപ്പോൾ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്, എങ്ങനെയാണ് ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ ഹോർമോൺസ് എന്താണ്, എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് എന്താണ് എന്നുള്ളത് നോക്കാം. ഹോർമോൺസിൻ്റെ വാട്ട് ആർ ദ ഫങ്ഷൻസ്? ഹോർമോൺസ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് many slow but important life processes like growth, metabolism and reproduction. So they control and coordinate. The hormones control and coordinate. Hormones control and coordinate many slow but important life processes like growth, metabolism and reproduction. അപ്പോൾ നമ്മുടെ ഹോർമോൺസിൻ്റെ ഫങ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ദേ കൺട്രോൾ, ഹോർമോൺസ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് മെനി സ്ലോ ബട്ട് ഇമ്പോർട്ടൻറ്റ് ലൈഫ് പ്രോസസ്സസ് ലൈക്ക് മെറ്റബോളിസം, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് റീപ്രൊഡക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഇമ്പോർട്ടൻറ്റ് ലൈഫ് പ്രോസസ് ലൈക്ക് ഗ്രോത്ത്, മെറ്റബോളിസം ആൻഡ് റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് വാട്ട് ആർ ദ ഹോർമോൺസ് എന്ന് പറഞ്ഞു. ദെൻ how they travel എന്ന് പറഞ്ഞു. Then what are the functions of hormone, what are the roles of hormones എന്ന് പറഞ്ഞു. What are hormones? Hormones are the chemical messengers that are made in certain glands in case of animals, or at specific growing sites in the case of plants. Then how they travel? They travel through the body like blood in animals, or cell to cell transport, or through the xylem and phloem in plants to reach their specific cells, tissues or organs. Then what are the functions, or what are the roles of hormones? They control and coordinate many slow but important life processes like growth, metabolism and reproduction. അപ്പോൾ നമ്മുടെ ആസ് എ ഹോൾ ഓർഗാനിസത്തിൻ്റെ മെറ്റബോളിസം, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, ഡെവലപ്മെൻ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹോർമോൺസിൻ്റെ കൺട്രോളിലാണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. Then how do hormones control life processes? എങ്ങനെയാണ് ലൈഫ്, നമ്മൾ പറഞ്ഞു ഇതൊക്കെ എന്താണ് ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുന്ന ഒരു ടേം നമ്മളിവിടെ യൂസ് ചെയ്തു. ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, ഡെവലപ്മെൻ്റ് ഒക്കെ എന്താണ് ലൈഫ് പ്രോസസ്സാണ്. സോ എങ്ങനെയാണ് ഹോർമോൺസ് ഈ ലൈഫ് പ്രോസസ്സിന്, വേരിയസ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത ഒരു പോർഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് ഹോർമോൺസ് ആൻഡ് ലൈഫ് പ്രോസസ്സസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ് ഉണ്ട്. പ്ലാന്റ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ് ഉണ്ട്. നമുക്ക് വെറൈറ്റി ഓഫ് ഹോർമോൺസ് ഉണ്ട്. പ്ലാന്റ് ഹോർമോൺസും ആനിമൽ ഹോർമോൺസും ഉണ്ട്. അത് പ്ലാന്റ് ഹോർമോൺസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ആനിമൽസിൽ അല്ലെങ്കിൽ ആനിമൽസിൻ്റെ കേസിലും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹോർമോൺസ് ഉണ്ട് റിലേറ്റഡ് ടു ഡിഫറെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ് ആർ പ്രസൻറ്റ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിൻ്റെ കേസ് ആണെങ്കിലും ആനിമൽസിൻ്റെ കേസിലാണെങ്കിലും there are different types of hormones are present and each responsible for
ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓൾസോ. ദെൻ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഹോർമോൺസും എന്ത് ചെയ്യുന്നില്ല, എല്ലാ സെൽസിലും ഫങ്ഷനിങ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എല്ലാ ഹോർമോൺസും എല്ലായിടത്തും വർക്ക് ചെയ്യുന്നില്ല. All hormones do not function in all cells. They, they don't need to work in every cell of the organism. അല്ലെങ്കിൽ എല്ലാ ഹോർമോൺസും എല്ലാ സെല്ലിലും വർക്ക് ചെയ്യേണ്ടതില്ല. അല്ലെങ്കിൽ ആ ഒരു certain സെൽസിൽ മാത്രമാണ് ഹോർമോൺസ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? എല്ലാ സെൽസും എല്ലാ ഹോർമോൺസും എല്ലാ സെൽസിലും വർക്ക് ചെയ്യുന്നില്ല. ഒരു ഹോർമോൺസിന് റെസ്പോണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹോർമോൺസിന് ആക്ട് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ സെൽസിനെയാണ് എന്ത് പറയുന്നത്, ടാർഗറ്റ് സെൽസ് എന്ന് പറയുന്നത്. സോ എന്താണ് ടാർഗറ്റ് സെൽ എന്ന് പറഞ്ഞാൽ? എ സെൽ ഇൻ വിച്ച് എ ഹോർമോൺ ആക്ട്സ് ഈസ് കോൾഡ് ദ ടാർഗറ്റ് സെൽ. ഓക്കെ, അപ്പോൾ ഹോർമോൺസിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ പറ്റുന്ന, ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത്. ദ ടാർഗറ്റ് സെൽ ഓഫ് ഈച്ച് ഹോർമോൺ ആസ് റിസപ്റ്റർ സ്യൂട്ടബിൾ ഫോർ ദാറ്റ് ഹോർമോൺ. അപ്പോൾ എങ്ങനെ നമുക്ക് ടാർഗറ്റ് സെല്ലിനെ പറയാം? ഒരു പെർട്ടിക്കുലർ ലോക്ക് ആൻഡ് കീ സിസ്റ്റത്തിനെ പോലെ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയാണ്, എ എന്ന് പറയുന്ന ഒരു പേഴ്സൺ, എ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ഉണ്ട്. ആ ഇൻഡിവിജ്വലിന് ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് വരാണ്, ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പാർസൽ വരാണ്. നമുക്ക് എന്തായാലും അറിയാം, ഒരു പാർസൽ എന്ന് പറയുമ്പോൾ ദർ ആർ സർട്ടൻ അഡ്രസ് ഉണ്ടാവും, അല്ലെ, ഡെലിവറി ചെയ്യേണ്ട അഡ്രസ് ഉണ്ടാവും. അപ്പൊ എ എന്ന് പറയുന്ന ഒരു പാർസൽ, എ എന്ന് പറയുന്ന ആൾക്കുള്ള പാർസൽ വരുന്നത് ഇപ്പോൾ പുറത്തുനിന്ന്, ഒരു ഔട്ട് ഓഫ് കേരളയാണ് വരുന്നതെന്ന് വിചാരിക്കുക, തമിഴ്നാടിനാണ്, നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തമിഴ്നാടിനാണ് വരുന്നത്. വ്യക്തമായിട്ടും എ എന്ന് പറയുന്ന ആൾ കേരളത്തിലാണ് എന്നുള്ളതിന് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു അഡ്രസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പാർസൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഈ അഡ്രസ്സിൽ നമുക്കറിയാം അവിടെ പിൻകോഡൊക്കെ ഉണ്ടാവും. പിൻകോഡൊക്കെ ബേസ് ചെയ്തിട്ട് അത് പോസ്റ്റ് ഓഫീസ് ത്രൂ എന്ത് ചെയ്യും, ഈ ആളെ വീട്ടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അഡ്രസ്സ്, കൊറിയർ ആണെങ്കിൽ കൊറിയർ അഡ്രസ്സ് വഴി നമ്മുടെ ആ വീട്ടിലേക്ക് എത്തും. അതുപോലെയാണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് അയച്ചിട്ടുള്ള പാർസൽ എന്താ, എ എന്ന് പറയുന്ന ആളിലേക്കാണ് എത്തുന്നത്, അല്ലാണ്ട് നമ്മൾ ബി എന്ന് പറയുന്ന ആളിലേക്കല്ല എത്തുന്നത്. എന്തുകൊണ്ടാണ്? അഡ്രസ്സ് ഉണ്ട് എന്നുള്ളതുകൊണ്ട്. അപ്പൊ അതുപോലെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ടാർഗറ്റ് സെൽ എല്ലാ, അപ്പൊ നമ്മൾ പറഞ്ഞ ആ പാർസൽ എന്ത് ചെയ്യുന്നില്ല, എയിൽ മാത്രമേ പോവുള്ളൂ, ബിയിലേക്ക് പോകുന്നില്ല. അവിടെ അതുപോലെ തന്നെയാണ്, എല്ലാ ഹോർമോൺസ് എന്ത് ചെയ്യുന്നില്ല, എല്ലാ സെൽസിലും ആക്ട് ചെയ്യുന്നില്ല. അത് സർട്ടൻ സെല്ലിൽ മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. അവയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ടാർഗറ്റ് സെൽ എന്തുകൊണ്ട് അത് റിസീവ് ചെയ്യുന്നു ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യാൻ സമ്മതിക്കുന്നു. നമ്മൾ എ എന്ന് പറയുന്ന ആൾക്ക് വന്നത് രജിസ്റ്റേർഡ് പാർസൽ ആണെന്ന് വിചാരിക്കുക, രജിസ്റ്റേർഡ് പോസ്റ്റ് ആണ്. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന രജിസ്റ്റേർഡ് പോസ്റ്റ് എ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് എത്തി. അഡ്രസ്സൊക്കെ അന്വേഷിച്ച് പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു, അഡ്രസ്സിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ എ എന്ന് പറയുന്ന ആൾ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ അഡ്രസ്സിൽ ഉള്ള എ ആൾ എന്നുള്ളത് അവിടെ ഉണ്ടെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന വ്യക്തിയിലേക്ക് എന്ത് ചെയ്യും, എ എന്ന പേഴ്സണിനെ ആ ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് അവിടെ ഡെലിവറി ചെയ്യും, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പാർസൽ അവിടെ ഡെലിവറി ചെയ്യും. അതുപോലെ നമ്മുടെ ടാർഗറ്റ് സെല്ലിന് എന്ത് ചെയ്യുന്നുണ്ട്, ഹോർമോണിനെ ആക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സർട്ടൻ ക്ലാസസ് ഓഫ് കെമിക്കൽസ് ഉണ്ട്, അതിനെ പറയുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ദ ടാർഗറ്റ് സെൽ ഓഫ് ഈച്ച് ഹോർമോൺ ആസ് റിസപ്റ്റർ സ്യൂട്ടബിൾ ഫോർ ദാറ്റ് ഹോർമോൺ. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹോർമോൺ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ പിക്ചറിലേക്ക് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ നോൺ ടാർഗറ്റ് സെൽ ഉണ്ട്, ഇവിടെ എന്താണ്, ഒരു ടാർഗറ്റ് സെൽ ഉണ്ട്. ഇവിടെ റിസപ്റ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ഒരു പ്രത്യേക ഷേപ്പിലുള്ള റിസപ്റ്റർ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വന്ന ഹോർമോൺ എന്താണ്, ഒരു വേറൊരു ഷേപ്പാണ്, ഡിഫറെൻറ്റ് ഷേപ്പാണ് ഈ നോൺ ടാർഗറ്റ് സെല്ലിൽ കാണുന്ന ഒരു ഹോർമോൺ. ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ് ആവാത്ത രീതിയിലുള്ള ഒരു ടാർഗറ്റ് ഹോർമോൺ ആണല്ലേ. സോ ഇതെന്തല്ല, അത് നോൺ ടാർഗറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ടാർഗറ്റ് സെല്ലിലേക്ക് കറക്റ്റ് ഫിറ്റ് ആവുന്ന ഹോർമോണും റിസപ്റ്ററും ആണുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യും, കറക്റ്റായിട്ട് കട്ട് ചെയ്യും. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? ഒരു ലോക്ക് ആൻഡ് കീ സിസ്റ്റം നോക്കുക. ഒരു ലോക്ക് കീ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലോക്കിന് ഒരു പെർട്ടിക്കുലർ കീ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു ലോക്ക്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിനുള്ള കീ എന്താണ്, ലോക്കിനുള്ള കീ നമ്മുടെ ഫ്രണ്ട് ഡോറിനുള്ള ആ കീ മാത്രം ഉപയോഗിച്ചാലേ തുറക്കാൻ പറ്റുള്ളൂ. ബാക്ക് ഡോറിലുള്ള കീ യൂസ് ചെയ്യാൻ പറ്റൂല അല്ലേ. അതുപോലെയാണ് നമ്മുടെ ഈ
ഹോർമോണും റിസപ്റ്ററും തമ്മിലുള്ള ആ ഹോർമോൺ എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ റിസപ്റ്ററുമായിട്ട് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫിറ്റ് ആവുള്ളൂ. അപ്പോൾ ലോക്ക് ആൻഡ് കീ പോലെ നമ്മുടെ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോർമോൺസ് എന്താണ്, റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലോക്ക് ആണെന്നുണ്ടെങ്കിൽ കീ എന്താണ്, റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ലോക്ക് ആണെങ്കിൽ അതിൻ്റെ ഹോർമോൺസ് എന്താണ്, കീ ആണ്. ഇവ തമ്മിൽ കറക്റ്റ് എന്ത് ചെയ്യണം, ഫിറ്റ് ആയാൽ മാത്രമാണ് അത് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് ലോക്ക് ആൻഡ് കീ ഓപ്പൺ ആക്കാൻ പറ്റുന്ന പോലെ നമ്മുടെ റിസപ്റ്ററും ഹോർമോണും തമ്മിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു പ്രോസസ്സ് അവിടെ നടക്കുള്ളൂ. അപ്പോൾ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് സെൽസ് ഹാവ് special locks or special molecules on their surface or inside them called the receptors. അപ്പോൾ റിസപ്റ്റേഴ്സ് ഇവിടെ നമ്മൾ എന്താണ്, റിസപ്റ്റേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നമുക്കൊരു ഡെഫിനിഷൻ എഴുതാം. എന്താണ് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളത് ഒരു ഡെഫിനിഷൻ കൊടുക്കാം നമുക്ക്, അല്ലേ. റിസപ്റ്റേഴ്സ് ആർ the target cells are special molecules on their surface or within the cell, they are called receptors. നമുക്കിവിടെ എഴുതാം, അതെന്താണ്, ടാർഗറ്റ് സെൽസ് have special molecules on their surface or inside them called receptors, അല്ലേ. ടാർഗറ്റ് സെൽസ് ആ സ്പെഷ്യൽ മോളിക്യൂൾ, അതൊരു കെമിക്കൽ മോളിക്യൂൾ ആണ്, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആണ്. ആ മോളിക്യൂൾസിനെയാണ് എന്ന് പറയുന്നത് അത് സർഫസിൽ, അല്ലെങ്കിൽ എവിടെയൊക്കെ കാണുന്നത്, സർഫസിൽ അല്ലെങ്കിൽ ഇൻസൈഡ് ദ സെല്ലാണ് കാണുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സർഫസിൽ മാത്രമാണ്. പക്ഷെ എന്താണ്, നമുക്ക് ഇവിടെ ന്യൂക്ലിയസിൻ്റെ ഇവിടെ ഒക്കെ ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ സെല്ലിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. റിസപ്റ്റേഴ്സ് ആർ സീൻ ഇൻ ദ സെൽ മെംബ്രെയിൻ ആൻഡ് വിത്തിൻ ദ സെൽസ്. സെല്ലിൻ്റെ ഉള്ളിലായിട്ടും സർഫസിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വൺസ് ടാർഗറ്റ് സെല്ലിലുള്ള ഈ ഒരു സ്പെസിഫിക് റിസപ്റ്റർ ഹോർമോണുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു കോംപ്ലക്സ് ആണ്, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ഇവിടെ കാണാല്ലേ, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ they control the activities inside the cell, അല്ലെങ്കിൽ they control the activities of the cell. അപ്പോൾ ഇവിടെ റിസപ്റ്റേഴ്സ് ഉണ്ട്, റിസപ്റ്റേഴ്സിൽ കറക്റ്റ് ഹോർമോൺ വന്ന് ബൈൻഡിങ് നടന്നാൽ they form a ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്, അല്ലെങ്കിൽ നമുക്ക് HR കോംപ്ലക്സ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് പഠിക്കുക. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് കാണാൻ പറ്റും. ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആണ് എന്ത് ചെയ്യുന്നത്, സെല്ലിൻ്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ ആനിമൽസിൻ്റെ കേസ് ആണെങ്കിലും പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സർട്ടൻ ഡിഫറൻസസ് കാണുന്നുണ്ട്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, സർട്ടൻ ഡിഫറൻസസ് കാണാൻ പറ്റുന്നുണ്ട്. ആനിമൽസിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സർട്ടൻ ഓർഗൻസ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആനിമൽസിൻ്റെ കേസിൽ എന്താണ്, ഓർഗൻസ് അല്ലെങ്കിൽ നമുക്ക് ടിഷ്യൂസ് എന്ന് പറയാം. ഓർഗൻസ് ഓർ ടിഷ്യൂസ് എന്താണ്, ടിഷ്യൂസ് പ്രൊഡ്യൂസിങ് ഹോർമോൺസ് ആർ കോൾഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ പ്ലാന്റ്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എന്താണ്, അത് ഗ്രോയിങ് ടിപ്സ് ആണ്, അല്ലെങ്കിൽ ഗ്രോയിങ് റീജിയൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാവാം, ടിപ്പ് ഓഫ് ദ ഷൂട്ട് ആവാം, ടിപ്പ് ഓഫ് ദ ഷൂട്ട് ഓർ റൂട്ട് ആവാം, റൂട്ട് ആകാം, ഇൻ സീഡ്സിലാവാം, അല്ലെങ്കിൽ എന്താവാം, സ്പ്രൗട്ടിങ് ലീവ്സിലാകാം. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഗ്രോയിങ് റീജിയൻസ് ആണ്, അല്ലേ. സ്പ്രൗട്ടിങ് ലീവ്സിലൊക്കെ ആവാം. അപ്പോൾ ആനിമൽസിൻ്റെ കേസിൽ സർട്ടൻ ഓർഗൻസ് അല്ലെങ്കിൽ ടിഷ്യൂസ് ദാറ്റ് പ്രൊഡ്യൂസസ് ഹോർമോൺസ് ആർ കോൾഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അപ്പോൾ ആനിമൽസിൻ്റെ കേസിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്ലാന്റ്സിൻ്റെ കേസിൽ ഗ്രോയിങ് റീജിയൻസ് അല്ലെങ്കിൽ ഗ്രോയിങ് സൈറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്
അത് ഏതൊക്കെയാണ്? ടിപ്പ് ഓഫ് ദ സ്റ്റെം, ഷൂട്ട് ഓർ റൂട്ട് ആവാം, അല്ലെങ്കിൽ സീഡ്സിലാവാം, അല്ലെങ്കിൽ സ്പ്രൗട്ടിംഗ് ലീവ്സിലാവാം. In the case of animals, the hormones that are produced by endocrine glands reach the targets through the blood. എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിന് എങ്ങനെയാണ് എത്തുന്നത്? ടാർഗറ്റ് സെല്ലിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ട് ചെയ്യാനുള്ള സെല്ലിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ത്രൂ ബ്ലഡ് ആണ്. ബ്ലഡ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? അത് പോകുന്നത്. എന്നാൽ പ്ലാന്റ് ഹോർമോൺസ് എങ്ങനെയാണ്? ടിപ്പിലാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഗ്രോയിങ് റീജിയൻസിന്റെ ടിപ്പിലാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് വിവിധ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ടാർഗറ്റ് സെല്ലിലേക്ക് എത്തുന്നത്? ഈതർ വയ സെൽ ടു സെൽ ട്രാൻസ്പോർട്ട്, അല്ലെങ്കിൽ ത്രൂ ദ സൈലം ആൻഡ് ഫ്ലോയം. സൈലം ആൻഡ് ഫ്ലോയത്തിനെ നമ്മൾ വാസ്കുലാർ സിസ്റ്റം എന്ന് നമ്മൾ പറയാറുണ്ട്. വാസ്കുലാർ ടിഷ്യൂ അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയാറുണ്ട്. ആനിമൽസിന്റെ കേസിൽ ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽ അല്ലെങ്കിൽ ഓർഗനെ പറയുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്നും, അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന, ട്രാവൽ ചെയ്യപ്പെടുന്ന ബ്ലഡ് ത്രൂ ആണ്. എന്നാൽ പ്ലാന്റ്സിന്റെ കേസിൽ ഗ്രോയിങ് ടിപ്സ് ആയിട്ടുള്ള ഷൂട്ട്സ് ആൻഡ് റൂട്ട്സ് അല്ലെങ്കിൽ സീഡ്സിൽ, അതല്ലെങ്കിൽ സ്പ്രൗട്ടിംഗ് ലീവ്സിലൊക്കെയാണ് കാണുന്നത്. അതിന് ടാർഗറ്റ് സെല്ലിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? സെൽ ടു സെൽ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ത്രൂ സൈലം ആൻഡ് ഫ്ലോയമാണ്. അപ്പോൾ ആനിമൽസിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. ഇതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് അല്ലേ? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അതെന്ത് ചെയ്യും? ഇത് ബ്ലഡ് ആണ്. ബ്ലഡ് ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ടാർഗറ്റ് സെല്ലിലേക്ക് എത്തുന്നുണ്ട്. ഇതാണ് ആനിമൽസിന്റെ കേസിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി പ്ലാന്റ്സിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഗ്രോയിങ് ടിപ്സ് അല്ലേ? ഗ്രോത്ത് നടക്കുന്ന പാർട്സ് ആണ് ഗ്രോയിങ് ടിപ്സ്, അല്ലെങ്കിൽ നമുക്കതിനെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് റീജിയൻസ് എന്ന് പറയാൻ പറ്റും. ഈ റീജിയൻസിൽ നിന്ന് ടാർഗറ്റ് സെല്ലിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഈതർ സെൽ ടു സെൽ ട്രാൻസ്പോർട്ട് വഴിയാവാം, അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂസ് ആകാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയുകയാണെങ്കിൽ എന്താണ് ടാർഗറ്റ് സെൽ? കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് പറയുകയാണെങ്കിൽ, ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത് എ ടാർഗറ്റ് സെൽ ഈസ് എ സ്പെസിഫിക് സെൽ ദാറ്റ് എ പെർട്ടിക്കുലർ ഹോർമോൺ ഈസ് ഡിസൈൻ ടു ആക്ട് അപ്പോൺ. ടാർഗറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് cell or specific cell that a particular hormone is designed to act upon. അപ്പോൾ നമുക്കൊരു ഡെഫിനിഷൻ എഴുതാം. എന്തായിരുന്നു ടാർഗറ്റ് സെൽ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് എഴുതി നോക്കാം. ഒരു ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് cell that a particular hormone is designed to act upon. A target cells are the specific cells that a particular hormone is designed to act upon. ഒരു പെർട്ടിക്കുലർ ഹോർമോൺ ആക്ട് ചെയ്യാനുള്ള സ്പെസിഫിക് സെല്ലിനെയാണ് എന്ത് പറയുന്നത്? ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹോർമോൺസ് ആൻഡ് ടാർഗറ്റ് സെൽ? ഹോർമോൺസ് ആൻഡ് ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, എ ഹോർമോൺ ക്യാൻ ഓൺലി ബൈൻഡ് ടു ഇറ്റ്സ് uniquely shaped receptor. When the hormone binds to its receptor, it forms a hormone receptor complex, and this initiates a series of reactions inside the cell and controls the activities of cells. A hormone can only binds to receptor found in the target cell. Right, target cell when the hormone binds to
binds to its receptor, it forms a hormone receptor complex. This hormone receptor complex, or this initiates a series of reactions inside the cell and controls their activities of the cell. അപ്പോൾ എന്താണ് പറഞ്ഞത്? റിലേഷൻഷിപ്പ്. വാട്ട് ആർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹോർമോൺസ് ആൻഡ് ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത്? ഹോർമോൺ ക്യാൻ ഓൺലി ബൈൻഡ് ടു ഇറ്റ്സ് യൂണിക്ലി ഷേപ്ഡ് റിസപ്റ്റർ found in the target cell. When the hormone binds to its receptor, it forms a hormone receptor complex. This formation of this hormone receptor complex initiates a series of reactions inside the cell and controls these activities of the cell. ഹോർമോൺ എന്താണ്, ഓരോ ഹോർമോണും ടാർഗറ്റ് സെല്ലും തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ് തുടങ്ങുന്നത്? ടാർഗറ്റ് സെല്ലിലെ ഫൈൻഡ് ചെയ്യുന്ന ടാർഗറ്റ് സെല്ലിൽ കാണപ്പെടുന്ന റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് കാണുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? സർട്ടൻ സീരീസ് ഓഫ് റിയാക്ഷൻസിനെ ഇനീഷ്യേറ്റ് ചെയ്യും. അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആക്ടിവിറ്റീസ് ഓഫ് സെല്ലിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. Then transport of plant and animal hormones. എങ്ങനെയാണ് പ്ലാന്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സെൽ ടു സെൽ ഡിഫ്യൂഷൻ വഴി നടക്കാം. അല്ലെങ്കിൽ വേറെന്താണ്? ത്രൂ ദ സൈലം ആൻഡ് ഫ്ലോയം ടുഗെദർ നോൺ ആസ് വാസ്കുലാർ ടിഷ്യൂസ്. ദെൻ ഹോർമോൺസ് ആനിമൽസിൻ്റെ കേസിലാണെങ്കിൽ ദേ ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ബ്ലഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇനി ആസ് എ ഹോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിൻ്റെ ഹോർമോൺസ് അല്ലെങ്കിൽ ഇതിൻ്റെ സിസ്റ്റം തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്കൊരു ടേബിൾ ഫോമാറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്ത് കാണാൻ പറ്റും? ഒരു ഫോമിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. എങ്ങനെയാണ് മാറ്റാൻ പറ്റുന്നത് എന്നും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ നമ്മളൊരു ടേബിൾ വരക്കുകയാണ്. ടേബിൾ നമ്മൾ വരച്ചു. ഒന്നിൽ പ്ലാന്റ്സിൻ്റെ ഹോർമോൺസിൻ്റെ പെക്യുലാരിറ്റി, ഒന്ന് ആനിമൽസ്. ഇവിടെ നമുക്കൊരു ടേബിൾ, ഒരു കോളം കൂടെ വരക്കാം. എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ എവിടെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ കേസിൽ ഗ്രോയിങ് റീജിയൻസ് ആണ്. എസ്പെഷ്യലി നമ്മുടെ റൂട്ട് ആൻഡ് ഷൂട്ട് ടിപ്സിൽ, അതുപോലെ സ്പ്രൗട്ടിങ് ലീവ്സ് ആൻഡ് സീഡ്സിലാണ് വരുന്നത്. ആനിമൽസിൻ്റെ കേസിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈറ്റ് എന്ന് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്? ട്രാൻസ്പോർട്ട് ഓഫ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് പ്ലാന്റ്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഈതർ സെൽ ടു സെൽ ട്രാൻസ്പോർട്ട്, അല്ലെങ്കിൽ എന്താണ് സൈലം അല്ലെങ്കിൽ
സൈലം ആൻഡ് ഫ്ലോയം വഴി എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. ദെൻ ഇവിടെ എങ്ങനെയാണ്, ആനിമൽസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ബ്ലഡ് ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഒരു കമ്പാരിസൺ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ഹോർമോൺസിൻ്റെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്ലാന്റ് ആൻഡ് ആനിമൽ ഹോർമോൺസ് ഉണ്ട്. ഹോർമോൺസിൻ്റെ കേസിലേക്ക് നമ്മൾ വരുമ്പോൾ അത് പറയുന്നത് എന്താണ്, ഹോർമോൺസ് എന്ന് പറയുമ്പോൾ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റ്സിലും ആനിമൽസിലും എന്ത് ചെയ്യുന്നുണ്ട്, ഹോർമോൺസ് ഉണ്ട്. നമ്മുടെ ബോഡിലി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന, ലൈഫ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഓർ സബ്സ്റ്റൻസസ് ആർ കോൾഡ് ഹോർമോൺസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ സൈറ്റ് ഓഫ് ആക്ഷൻ, സൈറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്, പ്ലാന്റ്സിൻ്റെ കേസിലും ആനിമൽസിൻ്റെ കേസിലും ഡിഫറെൻറ്റ് സൈറ്റിലാണ്. പ്ലാന്റ്സ് ആണെങ്കിൽ ഗ്രോയിൻ ടിപ്സിലാണെങ്കിൽ, ആനിമൽസ് ആണെങ്കിൽ അത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിലേക്കാണ് അത് സിന്തസൈസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. ദെൻ റിസപ്റ്റർ ടാർഗറ്റ് സെല്ലുണ്ട്. ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഹോർമോണിനെ ആക്ട് ചെയ്യാൻ പറ്റുന്ന സെല്ലിനെയാണ്, സ്പെസിഫിക് സെല്ലിനെയാണ് ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത്. അതുപോലെ ആ ടാർഗറ്റ് സെല്ലിൽ സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടാവും, കെമിക്കൽ അല്ലെങ്കിൽ മോളിക്യൂൾസ് കാണുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, റിസപ്റ്റർ എന്ന് പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ റിസപ്റ്ററും ഹോർമോണും തമ്മിൽ മാത്രമാണ് കണക്ഷൻ അല്ലെങ്കിൽ ബൈൻഡിങ് നടക്കുക. അങ്ങനെ ഉണ്ടാകുന്ന ബൈൻഡിങ് നടന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേര് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്നാണ്. ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്ന വഴി ദർ ആർ സർട്ടൻ ചേഞ്ചസ് ഓർ എന്താണ്, ആ ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് കൺട്രോൾസ് ദ ആക്ടിവിറ്റീസ് ഇൻസൈഡ് ദ സെൽ. ഈ റിസപ്റ്റേഴ്സ് കാണുന്നത് സെൽ സർഫസിൽ മാത്രമല്ല ഇൻസൈഡ് ദ സെല്ലും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ ഇന്നത്തെ സെഷൻ നമുക്ക് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. ബൈ.